ഏതെങ്കിലും ഒരാൾ ഒരു അഹ്ലുദ്ദിമ്മയെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്ന, മുസ്ലിമീങ്ങളുടെ കൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന, അവരോട് യുദ്ധം ചെയ്യാത്ത, അവരോട് സമരസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു ദിമ്മിയായ മനുഷ്യനെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് മുസാലിമായി ജീവിക്കുന്ന, സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വഞ്ചിക്കുകയാണെങ്കിൽ ശരിക്ക് ശ്രദ്ധിക്കണം. മുസ്ലിമല്ലാത്ത ഒരാളെ ഒരു മുസ്ലിം വഞ്ചിക്കുകയാണെങ്കിൽ, അമുസ്ലിമായ തൻ്റെ മുതലാളിയുടെ സമ്പത്ത്, തൻ്റെ ശമ്പളം പറ്റുന്നതിന് പകരം തൻ്റെ ശമ്പളം അയാൾ തരുന്നത് എടുക്കാം. അയാൾ തന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല, അയാൾ സമ്മതിച്ചെങ്കിലേ അത് എടുക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മതം. നിങ്ങളാരെങ്കിലും ഒരു മുസ്ലിമല്ലാത്തൊരു സഹോദരനെ വഞ്ചിക്കുകയാണെങ്കിൽ അന ഖസ്മുഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ മുസ്ലിമിനെതിരായി ഞാൻ അമുസ്ലിമിന്റെ പക്ഷത്ത് അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അമുസ്ലിമിന്റെ കൂടെയായിരിക്കും ഉണ്ടാവുക, അമുസ്ലിമിനെ നിങ്ങൾ വഞ്ചിച്ചാൽ. ഇത് പറഞ്ഞ റസൂലാണ് മുഹമ്മദ് മുസ്തഫ.